നമസ്കാരം. 2025 മാർച്ചിലെ നക്ഷത്രഫലങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊള്ളുന്ന വേനൽ ചൂടിൽ നിന്നും ആശ്വാസം പകരാൻ മാർച്ചിലെ നക്ഷത്രഫലങ്ങൾക്ക് കഴിയുമോ? വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേടക്കൂറിൽ ജനിച്ചവർക്ക് വർദ്ധിച്ച തോതിൽ സാമ്പത്തികം വന്നു ചേരും. ആഡംബര വസ്തുക്കൾ, വാഹനങ്ങൾ, വീട് എന്നിവ സ്വന്തമാക്കും. പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും. വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകും. ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ നേരിടുമെങ്കിലും എത്ര പ്രബലനായ ശത്രുവിനെ പോലും നിഷ്പ്രഭമാക്കാൻ കഴിയും. രോഗങ്ങൾ ചെറിയ തോതിലെങ്കിലും ബാധിച്ചെന്നിരിക്കും. ഇടവക്കൂറിൽ ജനിച്ചവർക്ക് വരുമാനത്തിൽ വർധന ഉണ്ടാകും. പ്രവൃത്തികളിൽ വിജയം ഉണ്ടാകും. കുടുംബത്തിൽ പരസ്പര ഐക്യവും സന്തോഷവും നിലനിൽക്കും. ബന്ധുജനങ്ങൾ അനുകൂലത്തിലാവും. പുതിയ ബന്ധുക്കൾ വന്നു ചേരും. എങ്കിലും അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ഉണ്ടായേക്കാം. ചെലവുകൾ ഏറിയിരിക്കും. ശാരീരികവും മാനസികവുമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് വരുമാനത്തിൽ വലിയ വർധന ഉണ്ടായില്ലെങ്കിലും സാമ്പത്തിക സ്ഥിതി മെച്ചമായ നിലയിൽ തന്നെ തുടരും. പ്രവൃത്തികളിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. കുടുംബത്തിലെ അംഗങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. അഭിമാനത്തിന് മങ്ങലേക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെട്ടെന്നും വരാം. രോഗങ്ങളും ദുഃഖങ്ങളും ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെടും. കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ആത്മീയ കാര്യങ്ങളിലും ധർമ്മകാര്യങ്ങളിലും കൂടുതൽ താല്പര്യമുണ്ടാകും. ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കും. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല തീരുമാനങ്ങളും എടുക്കും. എങ്കിലും സ്വജനങ്ങളുടെ വേർപാട്, രോഗം എന്നിവ മനസ്സിനെ അലട്ടിയേക്കാം. അനാവശ്യ ചെലവുകളും വന്നു ചേരും. ലാഭം പ്രതീക്ഷിച്ച് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് വസ്തുവകകളും ധനവും വന്നു ചേരും. സുഖഭോഗ വസ്തുക്കൾ പലതും സ്വന്തമാക്കും. നേതൃത്വ ഗുണം ഉണ്ടാകും. കുടുംബാംഗങ്ങൾക്ക് സുഖവും സന്തോഷവും ലഭ്യമാകും. സന്താനങ്ങൾക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും. നിലവാരമില്ലാത്ത സ്ത്രീകളുമായിട്ടുള്ള കൂട്ടുകെട്ട് ദോഷം വരുത്തും. കുടുംബജീവിതത്തെ അത് ബാധിച്ചെന്നിരിക്കും. തൊഴിൽ രംഗത്ത് പ്രതികൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നഷ്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കന്നിക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സന്താനയോഗം ഉണ്ടാകും. രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം അനാവശ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുക്കും. തൊഴിൽ രംഗം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. പല കോണുകളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. തുലാക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തിക രംഗത്ത് പ്രതിസന്ധി ഉണ്ടാകും. വിജയമെന്ന് കരുതിയിരിക്കുന്ന പല പ്രവൃത്തികളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. തനിക്കോ കുടുംബാംഗങ്ങൾക്കോ രോഗമോ ദുഃഖങ്ങളോ അനുഭവപ്പെട്ടേക്കാം. ശത്രുക്കളിൽ നിന്നുള്ള ഇടപെടലുകൾ കാരണം പ്രവൃത്തികളിൽ പരാജയം, ദുഃഖം എന്നിവ അനുഭവപ്പെടാം. വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി, സന്താനം പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ സമയം, സന്താനങ്ങൾക്ക് ഉയർച്ച എന്നീ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങൾ അനുകൂലമായി തീരും. ബുദ്ധിസാമർഥ്യം, സാമ്പത്തിക ഏർപ്പാടുകളിൽ വിജയം എന്നിവ ഉണ്ടാകും. തൊഴിലിൽ അനുകൂല സാഹചര്യം ഉണ്ടാകും. എങ്കിലും ആപത്തുകളും അകൽച്ചകളും മനോദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് കാര്യങ്ങളും ഉണ്ടായെന്നിരിക്കും. ധനുക്കൂറിൽ ജനിച്ചവർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും അനുകൂല സമീപനം ഉണ്ടാകും. കുടുംബാഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും. ആഡംബര വസ്തുക്കൾ പലതും നേടിയെടുക്കും. എങ്കിലും പൂർണ്ണമായ തൃപ്തി വരത്തില്ല. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. രോഗങ്ങളിൽ നിന്നും മുക്തി വരും. എങ്കിലും നയനരോഗങ്ങളും ചെറിയ മുറിവുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മകരക്കൂറിൽ ജനിച്ചവർക്ക് സ്വർണം, ഭൂമി, വാഹനം തുടങ്ങിയ സമ്പത്തുകൾ ലഭ്യമാകും. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും.
മറ്റുള്ളവരെ അനുസരിപ്പിക്കാനുള്ള ആജ്ഞാശക്തി ഉണ്ടാവും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവുക. വരുമാനത്തിനേക്കാൾ ചിലവുണ്ടായെന്നിരിക്കും. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും. കുംഭക്കൂറിൽ ജനിച്ചവർക്ക് സന്താനങ്ങൾ നിമിത്തമുള്ള നൊമ്പരങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ആകർഷകമായ സംസാരം കൊണ്ട് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. വരുമാനത്തിലും തൊഴിലിലും അത് പ്രതിഫലിക്കും. തടയപ്പെട്ട പല വരുമാന മാർഗങ്ങളും തുറന്നു കിട്ടും. സന്തോഷം നൽകുന്ന പല അവസരങ്ങളും ഉണ്ടാകും. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും. എങ്കിലും ബന്ധുജനങ്ങളുടെ രോഗവും വേർപാടും സന്തോഷം കുറയ്ക്കാനിടയുണ്ട്. മീനക്കൂറിൽ ജനിച്ചവർക്ക് വീട്, വാഹനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. കുടുംബാംഗങ്ങളിൽ സന്തോഷം നിലനിർത്താൻ കഴിയും. എങ്കിലും അപ്രതീക്ഷിതമായ രോഗങ്ങളും മറ്റു ചില ദുഃഖചിന്തകളും മനസ്സിനെ അലട്ടിയേക്കാം. വിജയിക്കുമെന്ന കരുതിയ കാര്യങ്ങളിൽ പരാജയം അനുഭവപ്പെടാം. തൊഴിലിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടാകാനിടയില്ല. തന്നിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മോശം വാക്കുകൾ ഉണ്ടാകാം. അതും മനസ്സുഖം കുറയ്ക്കും. നന്ദി, നമസ്കാരം.